കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോയും. ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണം. ഉത്തരം ബി മെനിഞ്ചസ്. മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത്. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത്? ഉത്തരം ഡി ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറൽ രോഗമാണ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഉത്തരം സി ഗോയിറ്റർ. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി. ഉത്തരം ഓപ്ഷൻ സി തെന്നി നീങ്ങുന്ന സന്ധി. വിജാഗിരി സന്ധി എന്ന് പറയുന്നത് നമ്മുടെ കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണപ്പെടുന്നതാണ്. അത് ഒരു വശത്തേക്ക് മാത്രമാണ് ചലനം ഉണ്ടാവുക. ഗോളരസന്ധി എന്ന് പറയുന്നത് നമ്മുടെ തോളെല്ല്, ഇടുപ്പെല്ല് എന്നീ ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ്. പിന്നെ കീലസന്ധി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൽ, അതായത് നട്ടെല്ലിനെയും തലയോട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്നതാണ്. കേരളത്തിൽ ശിശുമാതൃ മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം എ ശലഭം പദ്ധതി. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സൻ്റെ പുസ്തകം ഏത്? ഉത്തരം ബി നിശബ്ദ വസന്തം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? ഉത്തരം എ കുന്തിപ്പുഴ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം സി കാസർഗോഡ്. 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി പരിസ്ഥിതി പുനഃസ്ഥാപനം. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. ഉത്തരം സി ഏഴോം. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം എ 1, 3. അതായത് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. എന്നാൽ പ്രോട്ടോൺ ചാർജ് ഇല്ല എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ് നമ്മൾ പറഞ്ഞു. നാലാമത്തെ ഓപ്ഷൻ ന്യൂട്രോൺ നെഗറ്റീവ് ചാർജാണ് പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രോൺ എന്താണ്? ചാർജ് ഇല്ല. ഏതു ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? കലാമിൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ അയിരാണ്. ഉത്തരം ഓപ്ഷൻ ഡി സിങ്ക്. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആര്? ഉത്തരം ബി ന്യൂലാൻഡ്. ജലത്തിലെ ഘടകമൂലങ്ങൾ. ഉത്തരം സി ഹൈഡ്രജൻ, ഓക്സിജൻ. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം PVC. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഉത്തരം സി വികിരണം. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏത്? സമതല ദർപ്പണത്തിൻ്റെ സവിശേഷതയിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം സി 2, 3 മാത്രം. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? ഉത്തരം എ 27.1/3 ദിവസം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതു തരം ചലനമാണ്? ഉത്തരം ഡി വർത്തുള ചലനം. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏത്? ഉത്തരം ബി നീരാവി. 9876 മൈനസ് 3789. ഉത്തരം എ 6087. 16, 24, 32 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. ഉത്തരം ഡി 96. 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 ഈക്വൽ ടു. ഉത്തരം ഓപ്ഷൻ സി 7/16. 19/125 ദശാംശ രൂപം കാണുക. ഉത്തരം എ 0.152. √9/100 ഇൻറ്റു 625/81 കണ്ടുപിടിക്കുക. ഉത്തരം ബി 5/6.
5 പേരുടെ ശരാശരി വയസ്സ് 12 ആണ്. അതിൽ ഒരു കുട്ടിയുടെ വയസ്സ് 8 ആയാൽ ബാക്കി 4 പേരുടെ ശരാശരി വയസ്സ് എത്ര? ഉത്തരം ബി 13. 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ 4300 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്ര? ഉത്തരം സി 14. 160 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 72 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുന്നതിന് ഈ തീവണ്ടിക്ക് എന്തു സമയം വേണം? ഉത്തരം ബി 8 സെക്കൻഡ്. 8, 12, 16 എന്നീ സംഖ്യകളുടെ ഉസാഗ കാണുക. ഉത്തരം എ 4. 21² = 441 ആയാൽ √4.41 വില എത്ര? ഉത്തരം ഡി 2.1. കൂട്ടണം സമം ഹരിക്കണം, ഹരിക്കണം സമം കുറയ്ക്കണം, കുറയ്ക്കണം സമം ഗുണിക്കണം, ഗുണിക്കണം സമം കൂട്ടണം എന്നിങ്ങനെ ആയാൽ 48 കൂട്ടണം 16 ഹരിക്കണം 4 കുറയ്ക്കണം 2 ഗുണിക്കണം 9 സമം. ഉത്തരം ബി 4. 5, 8, 13, 20 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഉത്തരം ഡി 29. റോഡ് കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ ശർക്കര. ഉത്തരം എ കിലോഗ്രാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 11, 13, 15, 17. ഉത്തരം സി 15. ഇപ്പോൾ രാമുവിന് 9 വയസ്സും രാജന് 10 വയസ്സും രവിക്ക് 11 വയസ്സുമുണ്ട്. എത്ര വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 48 ആകും? ഉത്തരം എ 6. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അരുണിൻ്റെ റാങ്ക് 30 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അരുണിൻ്റെ സ്ഥാനം എത്ര? ഉത്തരം സി 21. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഏത്? ഉത്തരം ഡി ന്യൂനകോൺ. ഒരു കോഡ് ഭാഷയിൽ CAT-നെ 24 എന്ന് എഴുതാമെങ്കിൽ RAT-യെ എങ്ങനെ എഴുതാം? ഉത്തരം ബി 39. 1, 8, 27, 64 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഉത്തരം സി 125. ഒരു അതിവർഷത്തിൽ ഫെബ്രുവരി 1 വ്യാഴാഴ്ചയായാൽ മാർച്ച് 2 ഏതു ദിവസമായിരിക്കും? ഉത്തരം ഡി ശനി.